നിങ്ങൾ അവസാനമായി കേട്ട പാട്ട് ഏതാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം. അത് പാടിയ ആളെയും ഓർക്കുന്നുണ്ടാവാം. എന്നാൽ അത് എഴുതിയ ആളെയോ ആ പാട്ട് സംവിധാനം ചെയ്ത ആളെയോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ അവസാനമായി കണ്ട സിനിമയിലെ നായകനെയും നായികയൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം. എന്നാൽ ആ സിനിമയുടെ സംവിധായകനെയോ ആ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറെയോ ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എല്ലാം പോട്ടെ, നിങ്ങൾ ഇങ്ങനൊരു വീഡിയോ കാണുമ്പോൾ ഈ ക്യാമറയ്ക്ക് മുൻപിലുള്ള എന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ ക്യാമറയ്ക്ക് പിന്നിൽ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഇത് ഷൂട്ട് ചെയ്യുന്ന എൻ്റെ ആത്മസുഹൃത്തിനെ നിങ്ങൾക്കറിയാമോ? ഏതൊരു സൃഷ്ടിയുടെയും വിജയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. നമ്മൾ അറിയാതെ പോകുന്ന തിരശ്ശീലയ്ക്ക് പിന്നാമ്പുറത്തുള്ള ചില മനുഷ്യർ. നമ്മുടെ ജീവിതത്തെ പറ്റി ചിന്തിച്ച് നോക്കിയേ. നമ്മുടെ ജീവിതമാകുന്ന സൃഷ്ടിയുടെ പിന്നിലുള്ള ചില മനുഷ്യന്മാരില്ലേ? നമ്മളെ ഈ കാണുന്ന നമ്മളാക്കിയെടുത്ത ചിലർ. നമ്മുടെ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്നൊക്കെ നോക്കി വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ തിരുത്തി തന്ന നമ്മുടെ ചില അധ്യാപകർ, ജീവിതത്തിൽ തോറ്റുപോയേക്കാവുന്ന ചില സന്ദർഭങ്ങളിൽ ചില വാക്കുകൾ കൊണ്ടും സാന്ത്വനങ്ങൾ കൊണ്ടുമൊക്കെ നമ്മളെ ആശ്വസിപ്പിച്ച ചില മനുഷ്യർ, ജീവൻ പോലും കൈവിട്ടു പോയേക്കാവുന്ന ചില സന്ദർഭങ്ങളിൽ നമ്മളെ രക്ഷിച്ച ചില ഡോക്ടർമാരും നഴ്സുമാരുമൊക്കെ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ചില മനുഷ്യരുണ്ട്. അവരെയൊക്കെ അറിയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതൊക്കെ വലിയ കാര്യമാണ്. ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണെന്ന് പറഞ്ഞ പൗലോസ്ലീഹായെ പോലെ നമ്മൾ ഈ ആയിരിക്കുന്ന അവസ്ഥയെ നമ്മളാക്കി മാറ്റിയവരെ നമുക്കിടയ്ക്കൊന്ന് ഓർക്കാം.